അപ്പോൾ ഇന്ന് നമ്മൾ നൂബ് പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്കൂൾ ബോയ് നൂബ് പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്കൂൾ ബോയിൻ്റെ ഡ്രസ്സ് എടുത്തിടാം. നമ്മളിപ്പോൾ മറ്റേ ഗോൾഡ് റോയിൽ കിടക്കുന്ന ഇപ്പോഴും ഉണ്ട് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ നൂബ് പ്രാങ്ക്, അതായത് ഗണ്ണൊക്കെ അങ്ങോട്ടാക്കി അവൻ അപ്പുറത്ത് നിൽക്കുന്ന ലെജൻഡ് ആണെങ്കിൽ 4ാമത്തെ റൗണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കണം. അപ്പം അപ്പുറത്ത് നിൽക്കുന്ന ലെജൻഡ് ആണെങ്കിൽ തോക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അതേ കത്താനയും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ ബോയ് ആണ് കത്താനം പിടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരെ അത് പോയിട്ട് വാൾട്ടിൽ പോയി അത് മാറ്റുകയും ചെയ്ത്. എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ബാഗ് നോക്കിയപ്പോൾ ബാഗ് സ്കൂൾ ബോയിൻ്റെ, അതായത് സാധാ ബാഗ് ഇടാമെന്ന് വിചാരിച്ചു. മറ്റേ എന്തോ അങ്ങനെ ഒരു ബാഗ് പോലെ തോന്നിയില്ല. അതുകൊണ്ട് അതെടുത്ത് പിന്നെ ലോങ് വൂൾഫ് സ്റ്റാർട്ട് ചെയ്ത് ലോഡിങ് ചെയ്ത് വന്ന് ഇറങ്ങിയപ്പം ഞാൻ നോക്കിയപ്പോൾ ഏത് ഗണ്ണ് എടുക്കണമെന്ന് വിചാരിച്ച്. അപ്പം പിന്നെ വിചാരിച്ച് AW എടുക്കണോ, നൂബുകളല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേ പൊട്ട ഗണ്ണ് എടുത്ത് പിന്നെ ഒരു ചാർജ് ബസ്റ്റർ എടുത്ത് നൂബുകളെ പോലെ കളിക്കണമെന്നുള്ളതുകൊണ്ട് നമ്മൾ പണ്ടേ ലെജൻഡാണ്, എങ്ങനെ നമ്മൾ നൂബുകളെ കളിക്കും. ഓസ്കാർ ഇട്ട് നേരെ പോയി. ഓസ്കാർ ഇടണ്ടെന്ന് പിന്നെയാണ് തോന്നിയത്. ചിലപ്പം നൂബൊന്നും എല്ലാം തോന്നാതിരുന്നാലാന്ന് വിചാരിച്ചു. ഞാൻ നോക്കുമ്പോൾ ബാക്കിലെടുത്ത ഞാൻ ആക്ട് ചെയ്തതാണ്. അപ്പോൾ അതെ അവിടെ ഇവിടെ ഞാൻ അങ്ങോട്ട് ചാടി കുറേ നേരം കളിച്ച്. അപ്പുറത്ത് ഇവർ കളിക്കാറിഞ്ഞൂടെ ലിറ്ററലി. എനിക്ക് തോന്നുന്നത് ഞാൻ നൂബായതുകൊണ്ട് അവൻ ചെയ്തായിരിക്കും. പിന്നെ ഞാൻ കിടന്ന് ഇരുന്ന് ചാടി മറിഞ്ഞ് കുറേ നേരം കിടന്നൊക്കെ പോയി. പിന്നെ അവനെ ഇങ്ങോട്ടും കൊടുത്തിട്ട് എൻ്റെ 2 ബുള്ളറ്റ് അവന് കൊണ്ട് 30 കയറി 60 കയറി ഓൾറെഡി. പിന്നെ അടുത്ത റൗണ്ട് ഞാൻ എങ്ങനെയൊക്കെ തോറ്റ്. പിന്നെ ഞാൻ തോക്കുന്നേരം എക്സ്പെർട്ട് ആയതുകൊണ്ടേ പിന്നെ അടുത്ത റൗണ്ട് സ്റ്റാർട്ടായി. അങ്ങനെ പിന്നെയും ഓസ്കാർ ഇട്ട് ഈ പൊട്ട. ഞാൻ എപ്പോഴും ഓർത്തില്ല ഓസ്കാറെന്ന്. പിന്നെ ഇപ്പം ഞാൻ ചാർജ് ബസ്റ്റർ എടുത്തിട്ട് മണ്ടയിലോട്ടൊക്കെ വെടിവെച്ച് നൂബിനെ പോലെ കുറേ നേരം മണ്ടയിലോട്ടും താഴോട്ടുമൊക്കെ വെടിവെച്ച് കളിച്ച്. പിന്നെ അവൻ കിടന്ന് കറങ്ങി കളിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ കയറ്റിയതല്ല, 2 വീഡിയോ ഉണ്ട് അവന്. ഞാൻ കയറ്റാതെ തന്നെ അവൻ തന്നെ മേടിച്ചതാണ് ഓടി വന്ന്. പിന്നെ ഞാൻ അങ്ങോട്ടും എന്നെ അങ്ങ് അടി. പിന്നെ മറ്റേ ഹെൽത്ത് കയറുന്നതായിപ്പോയി. എന്നാലും അവൻ എടുത്തു അവൻ. അങ്ങനെ ഇമോട്ടൊന്നും ഇട്ടില്ല കേട്ടോ. അടുത്ത റൗണ്ട് സ്റ്റാർട്ടായി. അവൻ്റെ ടേൺ ആയിരുന്നു ഗണ്ണെടുക്കേണ്ടത്. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പുതിയ യൂട്യൂബ് ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് വലിയ നിലയിലോട്ടൊക്കെ എത്താം, അതായത് വലിയ യൂട്യൂബേഴ്സൊക്കെ ആവാം. അപ്പം താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും താങ്ക്സ്. നമ്മളെ വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യണില്ല, അതുകൊണ്ടൊന്ന് ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചു ഈ റൗണ്ട് AFK ചെയ്യാമെന്ന് വിചാരിച്ചു. AFK അവനാണെങ്കിൽ ഇതേ അവിടെ നിന്ന് വെടിവെക്കെ വെച്ച്. ഞാൻ വിചാരിച്ച ടീം അപ്പ് ചെയ്യാൻ നോക്കുമെന്ന് വെച്ച് ടീം അപ്പ് ഒന്നും ചെയ്യാൻ നോക്കാതെ അവൻ വെടിവെച്ചാൽ കൊന്നു കളഞ്ഞു. പിന്നെ സ്ക്രീൻ മണ്ടയിലോട്ടും താഴോട്ടും ആക്കി കളിച്ച്. ഇമോട്ടില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ സ്ക്രീൻ താഴോട്ടും മണ്ടയിലോട്ടും ആക്കി കളിച്ച് എന്നെ കളിയാക്കിയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ അടുത്ത റൗണ്ട് AFK ഇരിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അവൻ വരാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ അതേ പ്ലെയിൻ്റെ കൊണ്ട് അവൻ നിൽക്കണം. പിന്നെ അവൻ താഴോട്ടൊക്കെ ഇറങ്ങി വന്നു. പിന്നെ ഞാൻ ഒന്ന് ആലോചിച്ച്, ഡാം വന്നു. പക്ഷേ പിന്നെ ഒന്ന് ആലോചിച്ച് ചിലപ്പോൾ ഇവൻ ലെജൻഡ് പ്ലെയർ ആണെങ്കിലാന്നൊക്കെ വിചാരിച്ച് ഞാൻ കളി തുടങ്ങി. ഞാൻ എൻ്റെ കളി എടുത്ത് നോക്കി. പക്ഷേ ജയിക്കുമല്ലേ നോക്കാം. 10 HP തന്നെയായി അവൻ്റെ അടി കാരണം. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും ഒക്കെ കുറേ. പക്ഷേ ആ ഗ്ലൂ പൊട്ടിച്ചിട്ട് അവൻ ഒറ്റ അടി അടിച്ച് പൊട്ടിച്ചെൻ്റെ. പക്ഷേ അത് സീനിൽ അടുത്ത റൗണ്ട് ഉണ്ടെന്നും പറഞ്ഞ് അടുത്ത റൗണ്ടിൽ കയറി. റൗണ്ട് 5 ആയിക്കൊണ്ടായിരുന്നു ഇപ്പോഴേക്കും. എൻ്റെ ടേണായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് കേസ് എടുക്കാമെന്ന്. പിന്നെ വിചാരിച്ച് MP5 എടുക്കാമെന്ന്. പിന്നെ വിചാരിച്ച് അത് എടുത്തിട്ട് ഞാൻ മാറ്റി. എടുത്തിട്ട് MP5 എടുത്തിട്ട് ഞാൻ എടുത്തു മാറ്റിയത്. അങ്ങനെ. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു കാര്യം ചോദിക്കാം. അതായത് നിങ്ങൾക്ക് ഫ്രീ ഫയർ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗണ്ണിൻ്റെ പേര് നമ്മളെ കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, എന്തായാലും ബാക്ക് ടു ഗെയിം. അപ്പോൾ ഇവൻ എന്നെ പിന്നെ അധികം കൊന്നു. കിടക്കുന്നു ഡിം. ഞാൻ വിചാരിച്ചു പിന്നെ ഒന്ന് ഇറങ്ങിയൊക്കെ പോവാന്ന്. പിന്നെ ഇറങ്ങിപ്പോയില്ല. ഞാൻ അങ്ങ് തോറ്റ് കൊടുത്തതാണേ. അങ്ങനെ പിന്നെ അതിൻ്റെ വിഷമം മാറാൻ പിന്നെ ഉടുപ്പ് മാറ്റാമെന്നും പറഞ്ഞ് നേരെ ഉടുപ്പ് മാറ്റാൻ പോയി. ഹീറോയ്ക്കിൻ്റെ ഇപ്പോഴും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നൊരു സാധനമാണ് ഇത്, ഹീറോയ്ക്കിൻ്റെ ഈ സാധനം. പിന്നെ ഹൂഡി അങ്ങനെ എന്തോ ആണ്. പിന്നെ ബ്ലാക്ക് ട്രാക്ക് സ്യൂട്ട് എടുത്തിട്ട്, എൻ്റെ പാൻറ് എടുത്തിട്ട്, പിന്നെ ബൂട്ട്സ് മാറ്റി, പിന്നെ ഒരു നമ്മളെ ഓസ്കാറിൻ്റെ ഷൂ എടുത്തിട്ട്, പിന്നെ അത് ഞാൻ
പിന്നെ അതെനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെയും പോയി മാറ്റുകയൊക്കെ ചെയ്ത്. പിന്നെ ബാഗ് നേരെ മാറ്റി പഴയതെടുത്തിട്ട് പിന്നെ നേരെ ഒരു നേരത്തെ എടുത്ത് മാറ്റിയ കത്താന എടുത്ത് തിരിച്ചിടാമെന്നും പറഞ്ഞ് നേരെ കത്താനയിലോട്ട് പോയി. ഞാൻ വിചാരിച്ചു ഈ ആഗ് ഉണ്ടല്ലോ, ഹീറോയ്ക്കിൻ്റെ ആഗ് ചിലപ്പോൾ കിട്ടുമായിരിക്കും, അതായത് കൈ പിടിക്കാൻ പറ്റുമായിരിക്കും. പറ്റില്ലായിരുന്നു. പിന്നെ ഒരു ബാറ്റാണ് എടുത്ത് വെച്ചത്. പിന്നെ ഒരു അതിൻ്റെ ഇത് മാറാൻ വേണ്ടി ഒരു ലോങ് വുഡ് ഫോം വിചാരിച്ചു. പക്ഷേ ഒരു പ്രശ്നം പറ്റി. ഞാൻ എൻ്റെ ഒരു ഇൻവൈറ്റ് ഇട്ടു അറിയാതെ കൈ തട്ടിയിട്ട്. അപ്പം ഇത് ഡൂവസ് ആയിപ്പോയി. അതായത് എൻ്റെ കൂടെ വേറൊരു ടീംമേറ്റും ഉണ്ട്. ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ച് AFK നിൽക്കാമെന്ന്. അപ്പം അവൻ ഇമോട്ടൊക്കെ ഇട്ട ആദ്യം. ഇമോട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന്. എൻ്റെ കയ്യിൽ കൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടിയെന്നാണ് തോന്നുന്നത്. ഇവനെ ഫ്രണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും ഫ്രണ്ടാക്കിയില്ല. കാരണം ഞാൻ AFK അല്ലാന്ന് മനസ്സിലാവും. പിന്നെ അവൻ ഫോളോ മീ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ പിന്നെ വിചാരിച്ച് പോകണ്ടാന്ന്, എന്നാലും പോയി. ഞാൻ പോയപ്പോൾ അപ്പുറത്ത് നല്ല ഒരുത്തൻ ഇച്ചിരി സ്കിന്നൊക്കെ ഉള്ള ഒരുത്തനും ഉണ്ടായിരുന്നു. ഞാൻ മണ്ടേ വലിഞ്ഞടിച്ച് അവൻ്റെ തലയിൽ കയറി മണ്ടയിൽ കയറിയിട്ട് ഒരു ഗ്ലൂ ഇട്ടു കവർ ചെയ്താണ് മണ്ടേ നിന്ന് കവർ ചെയ്യാമെന്ന്. അവൻ പിന്നെ നിന്നൊക്കെ തന്നു കയറാൻ വേണ്ടി. പിന്നെ അവൻ ചാടി, പിന്നെ ഞാൻ കയറി. അവനെ മണ്ടേ നിന്ന് നോക്കുമായിരുന്നു. അപ്പോൾ അവിടെ 2 എണ്ണം കവറെടുത്ത് നിൽക്കുമായിരുന്നു. ഡെസേർട്ടും മറ്റേ ഗണ്ണുമായിരുന്നു. ഈ ഗണ്ണിൻ്റെ പേരറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്കറിയില്ല ഈ ഗണ്ണിൻ്റെ പേര്. അപ്പം അവന്മാരെന്തോ മറ്റേ ലൈറ്റിംഗ് സേവർ എടുത്തിട്ട്, അപ്പം ഞാനങ്ങ് ഓസ്കാർ ഇട്ട് പറന്നിങ്ങ് എത്തിയപ്പോൾ ഇവന്മാരൊക്കെ നല്ല റഷിങ് ആയിരുന്നു. എനിക്ക് HP തന്നെ കുറവായിരുന്നു. 16 കയറി. പിന്നെ എന്നാലും ഡാമൊക്കെ കൊടുത്ത് ഞാൻ പിന്നെയും പടമായി. അതായത് കിടക്കണ കിടപ്പ് കണ്ട. അങ്ങനെ 2 പേരും അടുത്തടുത്ത് പോയവൻ നൂബാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ഞാൻ ആദ്യം വിചാരിച്ച് തച്ചുപോയിട്ട് വെറുതെ നീ എന്നെ പോലെയൊക്കെ ഇറങ്ങിയതായിരിക്കും, അതായത് നൂപ്പറാങ്ക് ചെയ്യാൻ അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന്. പക്ഷേ അതല്ലാന്ന് മനസ്സിലായത് ഇവൻ്റെ കളി കണ്ടപ്പോഴാണ്. ഇവനെ ഒട്ടും കളിക്കുന്നില്ലായിരുന്നു. ഒരു ഡാം പോലും ഇവൻ കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അവന്മാരെ നോക്കിയപ്പോഴേക്കും എൻ്റെ ടീമിൽ ഒരുത്തൻ അങ്ങ് ചത്ത്. മറ്റേ അവൻ തച്ചു അങ്ങ് ചത്ത് കളഞ്ഞ്. പിന്നെ അവൻ എനിക്ക് ലൈക്കൊക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വേറൊരു അപ്പുറത്തൊരു ടീമിൽ ഒരുത്തന് അത്ര കളിക്കൂലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 2നെയും അങ്ങ് എടുത്തിട്ട് ഇമോട്ടങ്ങ് ഇട്ട്, ഉള്ള ഇമോട്ടൊക്കെ അങ്ങ് ചെറപ്പറായിട്ട്. അങ്ങനെ അടുത്ത റൗണ്ടായി. റൗണ്ട് 3 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്കോർ അവർക്ക്, ഒരു സ്കോർ നമുക്കുമായിരുന്നു. ഞാൻ ഇവനെ ഫ്രണ്ടാക്കാനൊക്കെ നോക്കി, കുഞ്ഞൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു AFK ആയിരുന്നു. പിന്നെ AFK മാറി ഇവൻ അങ്ങോട്ട് ബോംബിട്ടു. ഞാൻ വിചാരിച്ച് നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ ഇടുമല്ലോ. പിന്നെയാണ് മനസ്സിലായത് ഇവൻ ചാവാൻ വേണ്ടിയാണ് ഈ പരിപാടി കാണിച്ചതെന്ന്. അങ്ങനെ ഞാൻ പിന്നെ നേരെ അപ്പുറത്തോട്ട് വലിഞ്ഞു പിടിച്ച് പോയി. അപ്പോൾ മണ്ടയിൽ ഒരുത്തമുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ ഓസ്കാർ ഇട്ട് മണ്ടേന്നല്ലായിരുന്നു. അവന്മാർ ഇങ്ങോട്ട് ചാടി. പിന്നെ ഇവൻ അവിടെ നിന്നപ്പോൾ എൻ്റെ ഹെൽത്ത് കണ്ടോ. ഞാൻ മെഡ് അടിച്ചുകൊണ്ട് നിന്നു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ മെഡ് അടിച്ച് നിന്നുകൊണ്ടിരുന്നപ്പോൾ മണ്ടേരുന്നു ഒരുത്തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ബാക്കിൽ നിന്ന് നേരെ വന്ന് സൈഡിൽ നിന്ന് വന്ന് പൊട്ടിച്ച്. ഇവന്മാർ ഇമോട്ടൊന്നും ഇട്ടില്ല നമ്മളെപ്പോലെ. ഒരുത്തൻ നമ്മളെ കണ്ണ് സ്ക്രീനിലോട്ട് നോക്കിക്കൊണ്ടിരുന്നു, മറ്റേ വേറൊരുത്തൻ നല്ല സ്കിന്നില്ല വേറൊരുത്തൻ. പിന്നെയും ഞാൻ ഈ റൗണ്ട് കുനിഞ്ഞ് കാണിച്ച്, പക്ഷെ അവൻ ഇതാക്കിയില്ല. ഞാൻ പറഞ്ഞ് ഇവിടെ ഫോളോ മീ എന്ന് കേൾക്കാൻ വന്നപ്പം കാണുന്നില്ല ഫോളോ മീ. എങ്ങനെയൊക്കെ ഞെക്കിയപ്പോൾ അവൻ എന്നെക്കാട്ടി മുന്നേ പോയിട്ട് ഫോളോ ചെയ്തു. കൊള്ളാം. അവനെ കൊല്ലാൻ നോക്കി അവനെ കുത്തി പിടിച്ചെങ്കിലും കിട്ടിയില്ല. പിന്നെ ഒന്നും കൂടെ പോയി അവിടെ ചെന്ന് കയറ്റി അങ്ങ് അടിച്ചു കൊടുത്ത്. പിന്നെ അപ്പുറത്ത് അവൻ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഓസ്കാർ എടുത്തിട്ട് പോയി. അതിൻ്റെ അറ്റത്ത് പോയി ഇരുന്നെങ്കിലും നമ്മൾ ജയിച്ചു. ഞാൻ മറ്റേ ഹീറോയ്ക്ക് അടിച്ചതിൻ്റെ ഇമോട്ടങ്ങ് എടുത്തിട്ട്, അപ്പുറത്തെ ടീമിൽ രണ്ടാമത്തവൻ കരയണ ഇമോട്ടൊക്കെ എന്താണ് അതിനെന്ത് പറയും, ഇമോജിയൊക്കെ ഇട്ടിരുന്നു. ഇവനാണെങ്കിൽ പക്കാ നൂബ് പ്ലേ ആയിരുന്നു. നൂബെന്ന് പറയും, ഇങ്ങനെ ഒരു നൂബ് പ്ലേ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അങ്ങനത്തെ രീതിയിലുള്ളൊരു നൂബ് പ്ലേ ആയിട്ടായിരുന്നു. ഇവനാണ്ടായിരുന്നു ഗണ്ണെടുത്ത് SKSും ചാർജ് ബസ്റ്ററും. ചാർജ് ബസ്റ്ററും. ഇവനാണെങ്കിൽ മറ്റേ എന്താണ് എറിയുന്ന സാധനമൊക്കെ എടുത്ത് എറിഞ്ഞു. SKS ഇട്ട് എനിക്കൊരു വുഡ് പെക്കർ ഫീലാണ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് വുഡ് പെക്കർ ഉണ്ടെങ്കിൽ കളി ഞാൻ കൊണ്ടുപോകും. എനിക്ക് വുഡ് പെക്കറിനോട് ഒരിഷ്ടമാണ്. പിന്നെ അവനെ കുത്തിപ്പിടിച്ച് മറ്റേ SKS വെച്ചെടുത്ത് ഇവനെ മറ്റേ ചാർജ് ബസ്റ്റർ എടുത്ത് എടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ആൾക്ക് മറ്റേ തീ എത്തുന്ന തലമുടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്ത റൗണ്ടായി. ഇവൻ ഒരു നൂബ്, കറക്റ്റ് നൂബല്ല, കളി തുടങ്ങുന്നതിനെക്കാട്ടിയും വലിയ നൂബിൻ്റെ കളിയായിരുന്നു. പിന്നെ എങ്ങനെ ഇവന് ഇമോട്ട് കിട്ടിയെന്നാണ് എൻ്റെ ഡൗട്ട്. ഇവൻ്റെ എല്ലാം കൂട്ടുകാരെല്ലാം ഇതാക്കിയതായിരിക്കും, കൂട്ടുകാരോടെല്ലാം കളിച്ചിട്ടേ. ഇങ്ങനെ
അങ്ങനെ ഞാനവിടെ നിന്നപ്പോൾ ഡെസ്റ്റിനേഷൻ മാർക്ക് എന്നൊക്കെ അവൻ പറയുന്നു. പിന്നെ അവൻ ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ മൈക്ക് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, യാർ ബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ അവനെ വെടിവെച്ചവനെ കവർ ചെയ്യാൻ നോക്കിയപ്പം ബാക്കിൽ നിന്നായിരുന്നു വെടി വന്ന് പോയി SKS തല കുത്തി പിടിച്ചെടുത്ത്. പിന്നെ അതേ അപ്പുറത്ത് അവൻ ഡെഡ് ബോഡി ആയെന്ന് കണ്ട്. പിന്നെ അവിടെ ഒറ്റയ്ക്ക് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ദേ വരുന്നു അപ്പുറത്ത്. ഞാൻ നേരെ SKS എടുത്ത് ചാർജ് ബൂസ്റ്റർ മാറ്റി, അല്ല SKS മാറ്റി ചാർജ് ബൂസ്റ്റർ എടുത്തെങ്കിലും ഒരു ഗുണവും ഇല്ലായിരുന്നു. അവനങ്ങ് 6 റൗണ്ടും അവൻ കൊന്നിട്ട് അടുത്ത റൗണ്ടായി. ഇവനെ എനിക്ക് തോന്നുന്നു ആ 2 റൗണ്ട് ഞാൻ ഇട്ട് എൻ്റെ ഈഗോ അടിച്ചെന്നാണ്. പിന്നെ ഞാൻ നേരെ പിന്നെ ഏത് ഗണ്ണെടുക്കുമെന്ന് വിചാരിച്ചു, ആഗ് എടുത്ത്. ഞാൻ ഓർത്തില്ല ആഗാണ് എന്നെ കഴിഞ്ഞ കളി പൊട്ടിച്ചതെന്ന്. പിന്നെ ഞാൻ ഗണ്ണ് മാറ്റണോ വേണ്ടേന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മറ്റേ എൻ്റെ ടൈം ഔട്ടായി. പിന്നെ ഞാൻ ആഗിട്ട് കളിക്കാനാണെന്ന് വിചാരിച്ചിട്ട് കയറി. ഈ ആഗ് എനിക്ക് ഇച്ചിരി കളിക്കാൻ അറിയാവുന്ന ഗണ്ണായിരുന്നു. ഇപ്പോൾ ഒരു ഇതും ഇല്ല. ദേ അവിടെ നിന്ന് അടിച്ച് എന്നെ തീർത്ത്. ലാസ്റ്റ് റൗണ്ടും ആയിരുന്നു. ദേ കിടക്കണ കിടപ്പ് കണ്ടാൽ പിന്നെ ഇവനാണെങ്കിൽ കുത്തി അങ്ങ് പിടിക്കുക. 19-10 HP ഉള്ളായിരുന്നു. കുത്തിപ്പിടിച്ച് അവനങ്ങ് ഇവനെ കൊന്നു. അങ്ങനെ ആ കളിയും പോയി. ഈ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ഫിനിക്സ് ഗെയിമിംഗ് സൈനിങ് ഓഫ്.